ഞങ്ങൾ ഗംഗാതീരത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അസ്സിഘട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ബോട്ടിൽ ഞങ്ങൾ ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ഗൈഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ബോട്ടിൽ കയറി നമ്മൾ പോകുവാണ് കേട്ടോ. അങ്ങനെ അവർ ഒരു 64 ഘട്ട് നമ്മളെ കാണിച്ച് തരും കേട്ടോ. അരമണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് അസ്സിഘട്ടിൽ പോകാണ്. അവിടെ 2 ഘട്ടിൽ ആരതി നടക്കുന്നുണ്ട് കേട്ടോ. ദശാശ്വമേധ ഘട്ടിലും അതേപോലെ അസ്സിഘട്ടിലും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മണികർണിക ഘട്ടിൽ മാത്രമല്ല ഹരിശ്ചന്ദ്ര ഘട്ടിലും ഉണ്ട് കേട്ടോ ശവസംസ്കാരമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഫുൾ ടൈം ശവസംസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 2 മണിക്ക് മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ നിന്ന് രാത്രിയിൽ കാലഭൈരവ ബാബയായിട്ടും രാവിലെ നമ്മുടെ കാശി വിശ്വനാഥ് ഭഗവാനായിട്ടാണ് കാശിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി 2 മണിയാകുമ്പോഴത്തേക്കും കാശി വിശ്വനാഥൻ്റെ ഭഗവാൻ അവിടെ പോയിരിക്കും എന്നാണ് പറയുന്നത്. ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെയും തുടങ്ങും ഇത് ശവസംസ്കാരമൊക്കെ. പിന്നെ അങ്ങനെ ഓരോ ഘട്ടിനും ഓരോ ചരിത്രമുണ്ട് കേട്ടോ അവിടെ. അതേപോലെ ഒരു ഘട്ടിൽ അർദ്ധനാരീശ്വര ക്ഷേത്രമുണ്ട്, ഒരു ഘട്ടിൽ മാനസാദേവി അമ്പലമുണ്ട്. അങ്ങനെ ഓരോ ഘട്ടിലും ഓരോ ചരിത്രമുണ്ട് കേട്ടോ. കുറേയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ എനിക്കെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ വീഡിയോയിൽ. അതേപോലെ കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടിരുന്നത് ഞങ്ങൾ എങ്ങനെയാണ് വാരണാസിയിൽ പോയത് എന്നുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മറ്റേ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ. സാറ്റർഡേ ആൻഡ് വെനസ്ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗംഗാരതി തൊഴാനും എന്താ പറയുക, ഒരു ഭാഗ്യം എന്ന് പറയാം. അതേപോലെ നമ്മൾ ഈ ഗംഗാ നദിയിലൂടെയുള്ള യാത്രയും ഒന്നും പറയാനില്ല കേട്ടോ. ഒരു 1 ടൈമെങ്കിലും നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഗംഗാരതിക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ഗംഗാരതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. അപ്പോൾ ഗംഗാരതി അവിടെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 1 ഹവറിന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗംഗാരതി ആരതി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പൈസ കൊടുത്ത് ചീട്ടെടുക്കണം കേട്ടോ. എനിക്കതിന് 1000 രൂപ എന്തോ ആണ്. അപ്പോൾ അത് ചീട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങളും അവിടെ പോയിട്ട് ഗംഗാരതിയൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടിനെക്കുറിച്ചും ആ ഗൈഡ് നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ സ്വെറ്ററും ഷോളൊക്കെ കരുതണം കേട്ടോ. അതേപോലെ ക്യാഷാണ് കൂടുതലും കരുതേണ്ടത്. അവിടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും എടുക്കില്ല. അതേപോലെ ഗൂഗിൾ പേയും എല്ലായിടത്തൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് കയ്യിൽ കരുതണം. പിന്നെ നല്ല തണുപ്പാണ്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പോക്കറ്റടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കാശി വിശ്വനാഥ് ഭഗവാനെ തൊഴണമെങ്കിൽ സുഖം ദർശനം എന്ന് പറഞ്ഞ ഓൺലൈൻ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 300 രൂപയാണ് കേട്ടോ. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖം ദർശനം കിട്ടും. രാവിലെ തന്നെ അവിടെ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദർശനം ഉണ്ട് കേട്ടോ. അതേപോലെ ഇത് ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്താലും നമ്മൾ രാവിലെ അവിടെ 1 മണിക്കൂറൊക്കെ ക്യൂവിൽ പോയി നിന്നിട്ട് വേണം തൊഴാനായിട്ട്. അതേപോലെ സ്പർശ ദർശനം ഉണ്ട്. അതിനവർ എക്സ്ട്രാ പൈസ മേടിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്യൂവിൽ 5-6 മണിക്കൂർ ക്യൂ ഒക്കെ നിന്നാൽ കിട്ടി തിരക്കുണ്ടെങ്കിൽ അവർ സ്പർശ ദർശനം ചെയ്യിക്കാറില്ല കേട്ടോ. ഭഗവാനെ നമുക്ക് തൊട്ട് തൊഴാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. കാരണം നമുക്ക് അവിടെ ഹോട്ടലിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ പല റേറ്റാട്ടോ പറയണത്. 1000 രൂപ തൊട്ട് അങ്ങനെ മുകളിലോട്ട് പറയും ഓരോ സീസണിൽ. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മെയിനായിട്ട് ഇവിടെ തൊഴാനായിട്ടുള്ളത് അന്നപൂർണ ക്ഷേത്രം. അതേപോലെ തന്നെ അവിടെ ഒരു കിണറുണ്ട് കേട്ടോ, മൃത്യുഞ്ജയ ഇതെന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് നമുക്ക് തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അത്. അതേപോലെ തന്നെ കാശി വിശ്വനാഥ് ഭഗവാൻ, കാലഭൈരവ ടെമ്പിൾ, ഗംഗാരതി, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വാരണാസിയിലുള്ളത് കേട്ടോ. പിന്നെ കറങ്ങാനായിട്ട് നമോഘട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗംഗാരതിയുടെ വിശേഷങ്ങളും അതേപോലെ ഗംഗാതീരത്തുള്ള വിശേഷങ്ങളും ഒക്കെ കേട്ടോ. അത് വിൻ്ററിൽ തന്നെ പോകാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു വൈബായിരിക്കും കേട്ടോ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ.
അപ്പോൾ എല്ലാവരും എന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പോയതെന്നൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ കമൻറ്റിലായിട്ട് കൊടുത്താലോ ഞാൻ അതിനുള്ള മറുപടി തരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. बहुत बहुत धन्यवाद मां गंगा और देवादिदेव महादेव, आप सभी लोगों के है। काशी तीनों लोगों से न्यारी है। पंडित मदन मोहन मालवीय जी 16 फरवरी 1916 में जब काशी हिंदू विश्वविद्यालय बनाने की स्थापना किए थे, तो उन्होंने प्रार्थना में